തികച്ചും ആസ്വാദനത്തിന്റെ എല്ലാ അംശങ്ങളും ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ വിമർശനത്തിന്റെ പടുകുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ എമ്പുരാൻ എന്ന ചലച്ചിത്രം വിമർശനത്തിന്റെ ഒരുപാട് ശരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അത് റിലീസായ ദിവസം തന്നെ ഇത്രമാത്രം വിമർശനം ഏറ്റിട്ടുള്ള മറ്റൊരു ചിത്രം, അതും ആഘോഷിച്ച് റിലീസായ ഒരു ചിത്രം ഉണ്ടോ എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നത്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പിടിച്ച സിനിമ ഗുജറാത്തിൽ ട്രെയിൻ താനേ കത്തിയതല്ല, കത്തിച്ച സുഡാപ്പികൾ ജയിലിലുണ്ട്, അന്ന് വെന്തു മരിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് നീതി കാണിച്ചില്ല, തീവ്രവാദികളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നുണകളും അസത്യങ്ങളും നിറഞ്ഞ ഹിന്ദു വിരുദ്ധ സിനിമ എന്നതാണ് ഒരു വിലയിരുത്തൽ. എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ വിലയിരുത്തലിൽ ഈ ഒരു വിലയിരുത്തലിന് ഒപ്പം തന്നെ പല രീതിയിൽ ഇതിനെ ഇതല്ല ശരി എന്നുള്ള രീതിയിൽ മറുഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങളെ വെള്ളപൂശാൻ ഇരുകൂട്ടരും മത്സരത്തിലാണ് എന്ന് തന്നെ വേണം പറയാൻ. സംഘി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അത് ഒരു കലയായി കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു തികച്ചും ഒരു കലയാണ് എന്ന രീതിയിൽ ആ വിമർശനത്തെ വെള്ളപൂശാൻ കൂട്ടർ സുഡാപ്പി സംഘങ്ങൾ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ BJP വിരുദ്ധർ, സംഘപരിവാർ പ്രവർത്തകരോടുള്ള വിരുദ്ധത മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും കലയായി കണ്ടാൽ മതി എന്ന പ്രസ്താവനയെ വിമർശിച്ച് സ്വാമി ഡോക്ടർ ഭാർഗവ റാമിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം വായിക്കാം. കലയായി കാണണം എന്നതാണ് പുതിയ വായ്ത്താരി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കലയ്ക്ക് വേണ്ടിയല്ലാതെ കല രാഷ്ട്രീയത്തിനു വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇതര പക്ഷത്തുള്ള രാഷ്ട്രീയക്കാരൻ കലയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അമിത്ഷാജിയും മോദിജിയും അധിക്ഷേപിക്കുമ്പോൾ കൈയടിക്കട എന്ന് പറയുന്നത് പോലെയാകും. അതിൽ വീഴ്ച പറ്റുമ്പോഴാണ് മുഖം രക്ഷിക്കാൻ കലയായി കണ്ടുകൂടെ എന്നൊക്കെയുള്ള വഴക്കമുള്ള മൊഴിമുത്തുകൾ പറയേണ്ടി വരുന്നത്. അത് ഒട്ടുമേ സ്വീകാര്യമല്ല തന്നെ ആരിൽ നിന്നും വന്നാലും. ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്ര കലാപത്തെയും ട്രെയിൻ ഡിവൈപ്പും പരാമർശിക്കാതെ ഹിന്ദുവിരുദ്ധ പ്രമേയമാക്കി എന്നതാണ് വിമർശനം. മാത്രമല്ല അമിത്ഷാ, നരേന്ദ്രമോദി എന്നിവരെ ആക്ഷേപിക്കുന്നു. വാര്യൻ കുന്നൻ മുടങ്ങിയപ്പോൾ ഇത്തരത്തിൽ നൈസായി ഒരു പണി അങ്ങ് കൊടുത്തു എന്നതാണ് വരുന്ന മറ്റൊരു വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വിമർശകയായ ഷാഹിനയും ഒരു കുറിച്ചിട്ടുണ്ട്. ഷാഹിനയുടെ പോസ്റ്റ് വായിക്കാം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാമെന്ന് കരുതിയതാണ്. പൊതുവേ വലിയ ഹൈപ്പോടെ വരുന്ന സിനിമകൾ ആദ്യവാരം തന്നെ കാണുക പതിവില്ല. ഫാൻസിന്റെ ബഹളം പേടിച്ചാണ്. പക്ഷെ സംഘികൾ കുണ്ടിക്ക് വെടികൊണ്ടതുപോലെ തലങ്ങും വിലങ്ങും പായുന്നത് കണ്ടപ്പോൾ ടിക്കറ്റ് എടുത്തു. കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഈ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഒപ്പം ബിനീഷ് കോടിയേരിയും VT ബൽറാമും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. 2002 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നത് എന്ന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില കുറിപ്പുകളിലുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എമ്പുരാനിൽ ആ ഖുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി. പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എമ്പുരാനിൽ കൂടുതലായി പറയുന്നത്. ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത്. EDയും NIAയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നുണ്ട്. എന്തായാലും 2 പ്ലാറ്റ്ഫോമിൽ നിന്നും സംഘപരിവാർ അനുകൂലികളിൽ നിന്നും സംഘപരിവാർ വിരുദ്ധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും 2 തരത്തിലുള്ള വിമർശനം എമ്പുരാൻ എന്ന സിനിമയെ പൊതിഞ്ഞിരിക്കുകയാണ്. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ എല്ലാവരും ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ കാണാൻ കാത്തിരുന്ന ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു എമ്പുരാൻ എന്ന സിനിമ. പക്ഷെ ആ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ വിമർശനത്തിന്റെ പടുകുഴിയിൽ പതിക്കാനാണ് യോഗം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അങ്ങനെ 2 ഭാഗത്തു നിന്ന്, ഒരു ഭാഗത്ത് സംഘപരിവാർ അനുകൂലികളും മറുഭാഗത്ത് സംഘപരിവാർ വിരുദ്ധരും ഈ ചിത്രത്തിന് നേരെ നിന്ന് ഗോഗ്വ വിളികൾ നടത്തുകയാണ് എന്ന് തന്നെ ചുരുക്കി പറയാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.